എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിത് ഇവിടെ കുറച്ച് അകലെയുള്ള ഒരു വലിയ പാർക്കിലേക്ക് പോകുക കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള പൂച്ചക്കുട്ടൻ അവിടെ ഉറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നില്ലേ, ഇതിൻ്റെ താഴെ ഹോട്ടലായിട്ടോ. അവിടെ എല്ലാം പൂച്ചക്കുട്ടന്മാർ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഈ പൂച്ചകൾക്കുണ്ടല്ലോ, പൂച്ചയുടെ ഫുഡും അല്ലാതെ തന്നെ ഹോട്ടലിൽ നിന്നുള്ള ചിക്കൻ്റെയൊക്കെ വേസ്റ്റും അങ്ങനെ അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളവും എല്ലാം വെച്ചേക്കും. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല എന്താ പറയുന്നത് ദയാശീലരാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഭക്ഷണം എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്രിക്കുട്ടൻ ഇന്ന് റോളർ സ്കേറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്കൂട്ടറും കുട്ടികളുടെ സ്കൂട്ടർ, കാറ്, സൈക്കിള് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഓരോന്നിനും ഓരോ പൈസകൾ, അതായത് 3 വീലുള്ള ഒരു സ്കൂട്ടറുണ്ട് കേട്ടോ, അതിന് 2 റിയാൽ. പിന്നെ മണിക്കൂർ അനുസരിച്ച് 1 മണിക്കൂറിന് 2 റിയാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പുൽപ്പരപ്പുകൾ, ഇതേപോലെ ഏക്കർ കണക്കിനാണ് ഈ പാർക്ക് ഇങ്ങനെ അവിടെ ഉള്ളത്. അപ്പം ഇതേപോലെ പല പുൽപ്പരപ്പുകൾ ഇങ്ങനെ കെട്ടി സജ്ജീകരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പൂസും ആദ്രിക്കുട്ടനും ഐശ്വര്യയും എല്ലാവരും കൂടെ അവിടെ ഫുട്ബോൾ കളിക്കുക കേട്ടോ. അപ്പോൾ ഞാനും കൂടെ അതിൻ്റെ ഇടയിൽ കൂടി. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് അങ്ങനെ കൂടുതൽ ഓടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർ കളിച്ചപ്പോൾ ഞാൻ ദൂരെ മാറിയിട്ട് അവിടെ ഇരുന്ന് അതൊക്കെ കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ ചെരുപ്പില്ലാതെ ഈ പുൽപ്പരപ്പിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം അതേപോലെ ഡേറ്റ്സ് എല്ലാം പഴുത്ത് നിൽക്കുന്ന നല്ല സമയമാണ്. അവരതിലെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു വല പോലെ ഒരു കവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെനിക്കൊന്ന് കൂടുതലും താഴെ വീണിട്ട് തറ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലതിനകത്തൊക്കെ ഈ വല ഇങ്ങനെ മാറ്റിയിട്ട് ആളുകൾ പിച്ചുന്നതുകൊണ്ട് അത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂക്കൾ, പണ്ടൊക്കെയുള്ള പൂക്കളുടെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലെ പൂക്കൾ വലുതായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ നിത്യകല്യാണി അങ്ങനെ, പിന്നെ നമ്മളെ കടലാസ് ചെടി അങ്ങനെയൊക്കെയുള്ള, പിന്നെ അതേപോലെ കൊന്ന പൂത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉള്ളത്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ, ഈന്തപ്പന മരത്തിനകത്ത് ഇങ്ങനെ അതിൻ്റെ ആ നെറ്റ് മാറിക്കിടന്നതിൽ നിന്ന് നന്ദേട്ട ഇങ്ങനെ ചാടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഈന്തപ്പനയുടെ പഴം ഇങ്ങനെ പറിച്ചു തന്നത് കേട്ടോ. നല്ല മധുരമായിരുന്നു കേട്ടോ. ഇതെല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കറ പോലെ ഉണ്ടെങ്കിലും നല്ല മധുരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ആദ്രിക്കുട്ടനെ റോളർ സ്കേറ്റിനകത്ത് അവിടെ എല്ലാം ഓടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഐശ്വര്യ അവനെ അതൊക്കെ ഇടിക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ നേരത്തെ നാട്ടിൽ വന്ന സമയത്തുണ്ടല്ലോ, വീട്ടിലെ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞ പ്രകാരം ഞാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു, പക്ഷേ ബെൽ ബട്ടൺ ഒന്നും അമർത്തിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്നും എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നതായിരിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്രിക്കുട്ടൻ ഇത് ഇട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഐശ്വര്യ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ച് അവനെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പാർക്കാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതേപോലെ കുതിരയുടെ വണ്ടിയുണ്ട്. പിന്നെ ഒരു കുതിര മാത്രമായിട്ട് ഇങ്ങനെ നിന്ന് സവാരി ചെയ്യുന്നതുണ്ട്. അങ്ങനെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ആദ്രിക്കുട്ടൻ പറഞ്ഞു അവന് കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂസും ഐശ്വര്യയും കൂടെ അവനെ റോളർ സ്കേറ്ററൊക്കെ ഇങ്ങനെ ഉരുട്ടി അതിലേക്ക് കൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നതാട്ടോ. അങ്ങനെ ആദ്രിക്കുട്ടനെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പന്ത് കളിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പം ഇതേപോലെയുള്ള വള്ളിച്ചെടികളൊക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള, അതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല, ഒരു നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കീഴിലെല്ലാം ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല തണുപ്പാണ്. അതേപോലെ കണ്ടോ പുൽപ്പരപ്പിൽ ഒരു പൂച്ചക്കുട്ടൻ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റും 2-3 പൂച്ചകൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്നിടത്തെല്ലാം കൂടുതലും പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കുള്ള ഇഷ്ടപ്പെട്ട ജീവിയാണ് പൂച്ച കേട്ടോ. ഞാനങ്ങനെ അവിടെയും 1-2 പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇഷ്ടംപോലെ പൂച്ചകൾ ഈ പാർക്കുകളിലെല്ലാം ഉണ്ട്. പാർക്കുകളിലായാലും ഇതേപോലെ ആളുകളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഞാൻ കുറേ നടന്നപ്പോഴത്തേക്ക് എൻ്റെ കാല് കഴപ്പായി. അങ്ങനെ എന്നാൽ വിചാരിച്ച് ആ ബെഞ്ചിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 3 വർഷത്തിന് മുമ്പ് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാലൊക്കെ ഒടിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 വർഷമായിട്ടും അതിൻ്റെ പുറയിലായിരുന്നു.
അങ്ങനെ നമ്മുടെ ഐശ്വര്യ കണ്ടോ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഐശ്വര്യ പണ്ട് ഇതേപോലെ കുതിരയെ കണ്ട അതിൻ്റെ പുറത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാണ് അവൾക്ക്. അങ്ങനെ നമ്മൾ അതിരിക്കുട്ടനെ എടുത്തങ്ങോട്ട് കയറ്റാൻ നേരത്ത് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയിട്ട് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുതിരയുടെ പുറകെ ഇങ്ങനെ പോയതാട്ടോ. ഈ കുതിരയുടെ പുറത്ത് കയറി കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് കൊണ്ട് ഇനി അവിടം വരെ ആക്കുന്നതിന് 1 റിയാല അയാൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഐശ്വര്യ അതേ കുതിരപ്പുറത്ത് കയറി പോകുന്നുണ്ട്, അതിരിക്കുട്ടൻ അതേ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ നന്ദിയേട്ടെ അവനെ എടുത്ത് ഐശ്വര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ 2 പേരും കൂടെ കുതിര സവാരി ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അതിരിക്കുട്ടൻ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ പുറത്ത് കയറാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ 2 പേരും എന്തൊരു സന്തോഷത്തോടെ പോകുന്നതെന്ന് നോക്കി. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ താമര വെച്ചില്ലായിരുന്നോ, ഞാൻ ആ വീഡിയോസ് എല്ലാം നിങ്ങളെ കാണിച്ചില്ലേ. അപ്പോൾ നമ്മുടെ താമരയിൽ 3 മൊട്ട് വന്നിട്ട് 2 എണ്ണം പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നാട്ടിൽ പോകുന്ന സമയത്ത് പൂ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചില ഈ ഈന്തപ്പനയിലെല്ലാം ഇതേപോലെ ഞാൻ പറഞ്ഞ നെറ്റ് ഇങ്ങനെ അഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഈന്തപ്പനൊക്കെ അതിൽ നിന്ന് പറിച്ച് കഴിക്കാമായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പാർക്ക് നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ദൂരെയാണ് ഈ പാർക്കുള്ളത്. പിന്നെ വീടിന് അടുത്തുള്ള 2 ചെറിയ പാർക്കുണ്ട്. അവിടെ പോയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ ഈ ജിമ്മിൽ ഉള്ള മെഷീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കില്ല കേട്ടോ. ഈ പാർക്കിൽ പോകാനായിട്ട് ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ ആ കുതിരക്കാരൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിരിക്കുട്ടനെ വീണ്ടും അവിടെ ഇറക്കിയിട്ട് പിന്നെ ഈ കുതിരയെ ഒന്ന് സ്പീഡിനിങ്ങനെ ഓടിപ്പിച്ച് ഉണ്ടോ. അന്നേരം ഐശ്വര്യം കൊണ്ട് ആ കുതിരയെ സ്പീഡിൽ ഓടിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഐശ്വര്യം കുതിരപ്പുറത്ത് നിന്നൊക്കെ ഇറങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം കുറേ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ദൂരെ പോകുമ്പോഴത്തേക്കും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് കേട്ടോ. അവിടെ ഊഞ്ഞാലും അതേപോലെ കുറേ റൈഡ്സുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വരുന്നതാണ് കുതിരവണ്ടി. അപ്പോൾ ഈ കുതിരവണ്ടിക്കകത്ത് നമുക്കൊരു 2-3-4 പേർക്ക് ഇരുന്ന് പോവാം. അപ്പോൾ അതിരിക്കുട്ടന് പിന്നെ പാർക്കിലോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും നേരെ അവിടുന്ന് പിന്നെ പാർക്കിലോട്ടാണ് പോയത്. അപ്പോൾ അവന് ഈ ഊഞ്ഞാൽ കയറി ആടുന്നതിനേയും കാട്ടി ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓരോ റൈഡ്സുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. എന്നാൽ അങ്ങനെ ഐശ്വര്യ പറഞ്ഞ് അതിരിക്കുട്ടൻ ഇപ്പോൾ ഊഞ്ഞാലിലാടുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. നമ്മുടെ കുറേ മലയാളി കുട്ടികളുണ്ട്, അതേപോലെ അവിടുത്തെ തന്നെ ഒമാനി കുട്ടികളുണ്ട്, ഒരുപാട് ഭാഷക്കാരുണ്ട് അവിടെ. അപ്പോൾ ഇതേപോലെ അവരെല്ലാവരും കൂടെ ഓരോരോ റൈഡ്സിലെല്ലാം കയറി ഹാപ്പി ആയിട്ട് ആ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഓരോന്നിലും കയറി എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. അപ്പം സ്കൂളിലൊക്കെ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഇപ്പം വീക്കെൻഡിലൊക്കെ തന്നെ കുട്ടികൾക്ക് അവിടെ പോയി കളിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ നല്ലതല്ലേ. ഇപ്പം ഞങ്ങൾക്ക് തന്നെയും ഞങ്ങൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണെങ്കിൽ പോലും അഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം അവിടുന്ന് നമുക്ക് ഈ ഇവിടെ പിന്നെ പാർക്കൊക്കെ ഉള്ള സ്ഥലത്ത് പോകണമെങ്കിൽ തന്നെയും ഏകദേശം 10-40 കിലോമീറ്ററോളം അകലെ പോയെങ്കിലേ അതിരിക്കുട്ടനെ ഇതേപോലുള്ള സ്ഥലത്തൊക്കെ കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ഒരു 10-20 കിലോമീറ്റർ അകലത്തോളോ അല്ലെങ്കിൽ ഒരു 20-25 കിലോമീറ്റർ അകലെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ കളിക്കാനും അവർക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും അല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തോ അത്. അങ്ങനെ നമ്മുടെ അതിരിക്കുട്ടൻ ഇതിലൊക്കെ കളിച്ച സമയത്തിന് ഞാനും നന്ദേട്ടനും കൂടെ അവിടെ എല്ലാം ഒന്ന് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെയും വന്ന് ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ബെഞ്ചിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കൊച്ച് വന്നിട്ട് അവരെ വീട്ടിലുണ്ടാക്കിയതെന്ന് പറഞ്ഞ് എന്തോ ഒരു പലഹാരം കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാനും അച്ഛനും കൂടെയൊക്കെ അത് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടെ അതിരിക്കുട്ടനെ അവിടെ കുറച്ച് നേരം കൂടെ കളിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.